പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും സത്യങ്ങൾ അറിയുന്ന ബാലേന്ദ്രൻ ആകെ തളർന്നു പോകുന്നുണ്ട്. ഇത്രയും കാലം വൈജയന്തി തന്നെ പറ്റിക്കുമായിരുന്നു എന്നത് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആകെ തളർന്ന് ഇറങ്ങി വരുന്ന ബാലേന്ദ്രനെ കാറിലേക്കൊന്ന് കയറാൻ പോലും പറ്റുന്നില്ല. കാറിൻ്റെ അടുത്ത് വന്നിങ്ങനെ തളർന്ന് നിൽക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. പിന്നീട് സെലിനോട് ഷെറിൻ്റെ വിവരങ്ങൾ ചോദിക്കുന്ന ഗ്രേസിയമ്മയെ കാണിക്കുന്നുണ്ട്. ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്, ഷെറിന് എന്നാ പറ്റിയതാ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നേരത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പം സെലിൻ പറയുന്നുണ്ട് ഇത് ഭ്രാന്ത് എന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു ഞെട്ടലാട്ടോ ഗ്രേസിയമ്മയ്ക്ക്. അതുപോലെ രേവതിക്കുട്ടിയും ഇത് കേട്ടിങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രേസിയമ്മ ചോദിക്കുവാണ്, ഷെറിൻ്റെ വിവാഹം കഴിഞ്ഞായിരുന്നോ, ഷെറിന് ശരിക്കും ഒരു കുട്ടി ഉണ്ടായിരുന്നോ, ഒരു കുട്ടിയുടെ കാര്യമൊക്കെ ഷെറിൻ പറയുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അതിനുള്ള ആൻസർ കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഓർത്തിങ്ങനെ സംശയിച്ച് നിൽക്കുന്ന സെലിനെയാണ് കാണിക്കുന്നത്. ഏതായാലും അവിടുന്ന് എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അവർ നേരെ അത് കഴിഞ്ഞ് പോകുന്നത് നമ്മുടെ ചിന്നുക്കുട്ടിയെ കാണാനാണ്. ചിന്നുമോളുടെ അടുത്തോട്ട് ചെല്ലുന്നു. ചിന്നുമോൾക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് രേവതിയെ കാണുമ്പം. ശരിക്കും ഗ്രേസിയമ്മയുടെയും അമ്മച്ചായൻ്റെയും കൊച്ചുമകളാണ് ചിന്നുക്കുട്ടി, ചിന്നുമോള്. അതറിയാതെ തന്നെ അവർ ആ കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.